ചാരിറ്റബിൾ സംഘടന GST എടുക്കാൻ പാടില്ല. ഇപ്പൊ റോണി പറഞ്ഞ ഒരു സാധനം മാറിയില്ലേ? ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ നമ്മളിപ്പൊ പറയുന്ന, അതായത് ശ്വേത ഇപ്പം അല്ല, ഒരു മിനിറ്റ്. അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ CA പറഞ്ഞത് ഓരോ കാര്യത്തിനും നമ്മൾ GSTയും TDSും ചെയ്യണം എന്ന്? അവനും ഇത് അറിയത്തില്ലായിരിക്കും. അതാണ് അപ്പൊ നമ്മള് ഞാൻ പറയട്ടെ, നമ്മള് കേട്ടോ, ഇപ്പോ ശ്വേത ടിനി ഞാൻ ഈ ടിനിക്ക് വേണ്ടി അൻസിബയോടും ടിനിയുടെ വക്കീലിനോടും ടിനിയോടും സംസാരിച്ച സമയം ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ജീവിതം നന്നായേനെ. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാണ്. അൻസിബയും ടിനിയും തമ്മിലുള്ള വഴക്കിൽ ബാക്കി എല്ലാ കേസുണ്ടായിട്ടും അൻസിബ ഫൈറ്റ് ഇല്ല കേസ്. എന്നിട്ട് ഈ ഒരൊറ്റ കാര്യം ഞാൻ പറഞ്ഞു എന്നൊരൊറ്റ കാര്യം കൊണ്ട് അൻസിബ ഫയൽ ചെയ്തില്ല. അവസാനം നാളെ കോടതിയിൽ ഹാജരാകണമെന്നുള്ള ദിവസമായി വക്കീല്. കേൾക്കുന്നുണ്ടോ? അങ്ങനെ വക്കീലിന്റെ ദിവസം ഞാൻ അൻസിബയുടെ വക്കീലിനെ വിളിച്ചു. പറഞ്ഞോന്നറിയില്ല. അൻസിബയുടെ വക്കീലിനെ വിളിച്ച് സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇതൊരു ഓവർ ഹിയറിംഗ് കേസാണല്ലോ, നാളെ ഒരു 4 കൊല്ലം കഴിഞ്ഞിട്ട് ടിനി ടോം ഇങ്ങനെ ഇത് ടിനി ടോമിനെതിരെ തെളിവില്ല എന്നും പറഞ്ഞ് ഈ ടിനി ടോമിനെ വെറുതെ വിട്ടാൽ അന്ന് ഈ അൻസിബ 4 കൊല്ലെന്ന് ചോദിച്ചു. ഇയാളൊറ്റ ഷൗട്ട് ചെയ്തു, നിങ്ങൾ 4 കൊല്ലം കഴിഞ്ഞാൽ ഞാൻ ഈ കേസ് തോറ്റു പോകുമ്പോൾ നിങ്ങൾ എന്ത് ന്യായം വെച്ചാൽ ഐ ഹാവ് ദ പ്രൂഫ്, നിങ്ങൾക്ക് എന്ത് ലോ അറിയാം, അങ്ങനെ ഇങ്ങനെ കുറെ നേരം ഉണ്ടായിരുന്നിട്ട് ഞാൻ ചോദിച്ചു, ചേട്ടാ ഒരു കോർട്ടിലെ കേസ് നല്ല നിലയിൽ 1% ചാൻസ് ഉണ്ടാക്കി തരാൻ പറ്റുമല്ലേ നോക്കാൻ? അതുണ്ട്. ഞാൻ പറഞ്ഞു മതി, ആ 1% സംഭവിക്കുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ടിനിയുടെ വക്കീലിനെ വിളിച്ചു. ടിനി എന്നോട് ഒത്തുതീർപ്പാക്കണം എന്ന് കരഞ്ഞ് ടിനിയുടെ ഭാര്യ വിളിച്ച് കരഞ്ഞിട്ടാണ് ഞാൻ ടിനിയുടെ വക്കീലിനെ വിളിക്കുന്നത്. ടിനി കോൺകോളിലാണ്. ടിനിയുടെ വക്കീലിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, അൻസിബയുടെ വക്കീലിനോട് ഞാൻ സംസാരിച്ചു, ഇവർ ഒത്തുതീർപ്പാക്കാൻ റെഡിയാണ് പറഞ്ഞപ്പോ ടിനിയുടെ വക്കീൽ പറഞ്ഞു, അൻസിബ ഈ മേലാൽ എവിടെയും ടിനി ടോമിനെ പറ്റി ഞാൻ അനാവശ്യം പറയില്ല എന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കണമെന്ന്. നടക്കുന്ന കാര്യമാണേ. അൻസിബ ടിനി മാപ്പ് പറയണമെന്ന് പറഞ്ഞപ്പോ ഞാൻ അൻസിബയോട് പറഞ്ഞു, ടിനി മാപ്പ് പറയില്ല, പറഞ്ഞ അവൻ ചെയ്തു എന്നായി പോകും. ഇത് അറിയാണ്ട് എനിക്ക്, കാരണം ടിനി പബ്ലിക്കായിട്ട് മാപ്പ് പറയണമെന്ന് എന്നോട് അൻസിബ പറഞ്ഞപ്പോ ഞാൻ അൻസിബയോട് പറഞ്ഞു, അൻസിബ അങ്ങനെ പറയരുത്, അങ്ങനെ പറഞ്ഞ എന്നോട് ചെയ്തു എന്നർത്ഥം. അങ്ങനെ ചെയ്തു എന്നാണെങ്കിൽ പിന്നെ അൻസിബയ്ക്ക് കേസില്ലെങ്കിൽ പോലും ഈ സമൂഹത്തിൽ മതസ്പർദ്ധ വളർത്താൻ നോക്കിയെന്നും പറഞ്ഞ് ആർക്കും വേണേ കേസെടുക്കാൻ പറ്റും ഇതിനെതിരെ, സ്വമേധയാ കേസെടുക്കാം. അപ്പൊ അതുകൊണ്ട് അവനത് പറയില്ല എന്ന് ഞാൻ പറഞ്ഞ ഈ കഥ ടിനിക്കറിയാം. ഈ കഥ അറിയാവുന്ന ടിനി ടോം ഇത്രയും ഒത്തുതീർപ്പാക്കണം എന്ന് പറഞ്ഞ ടിനി ടോമിന്റെ വക്കീൽ പറയാം, അൻസിബ ഒരു പേപ്പറിൽ എഴുതി കൊടുക്കണം, ഇത് ഞാൻ അൻസിബയോട് പറഞ്ഞിട്ട് പറഞ്ഞു ഇത് ചെയ്യണ്ട എന്ന് പറഞ്ഞ അൻസിബ പറഞ്ഞു, അങ്ങനെ കാര്യം ചെയ്യൂ ചേട്ടാ, മമ്മൂട്ടിയുടെയോ മോഹൻലാലിന്റെയോ അമ്മയുടെ സാന്നിധ്യത്തിൽ, അതുപോലെ എനിക്ക് വിശ്വാസമുള്ളവരുടെ സാന്നിധ്യത്തിൽ അമ്മയുടെ ഓഫീസിൽ വെച്ച് നമുക്കിത് ചെയ്തു തീർക്കാം, ഒത്തുതീർപ്പാക്കാന്ന് പറഞ്ഞു. അൻസിബ പറഞ്ഞു ഒത്തുതീർപ്പാക്കാം. ഞാൻ നോക്കുമ്പോ മോഹൻലാൽ ജർമ്മനിയിൽ ചെന്നൈയിൽ വന്നു.